13-ാം അധ്യായം. ക്ഷേത്രജ്ഞ വിഭാഗയോഗം. പ്രകൃതി പുരുഷൻ, ക്ഷേത്രം ക്ഷേത്രജ്ഞൻ, ജ്ഞാനം ജ്ഞേയം ഇത്യാദി എന്തെന്നറിയാൻ ഞാൻ ഇച്ഛിക്കുന്നു. കേശവ കരുണാകര കംസവിധ്വംസക കമലാപദേ കാർവർണാ കൃഷ്ണ ഹരി ഗോവിന്ദരാമഹരി നാരായണായ നമ നാരായണായ നമ. ശരീരമിത് കൗന്ദയ ക്ഷേത്രമാണറിയേണ്ടു നീ. ക്ഷേത്രജ്ഞാനിയാം ആത്മാവ് ക്ഷേത്രജ്ഞനും ധനഞ്ജയ ധനുർധര ഭാരത ഭരതർഷഭ. സർവക്ഷേത്രത്തിലും ക്ഷേത്രജ്ഞനാണ് ഞാൻ ഗുരുനന്ദന. ക്ഷേത്രത്തിലെ ക്ഷേത്രജ്ഞാനം പരമാത്മജ്ഞാനം എന്മതം. ഭാരതശ്രേഷ്ഠ കൗരവശ്രേഷ്ഠ കവിവരധ്വജ മത്സകേ പാണ്ഡവ പാണ്ഡുനന്ദന. ക്ഷേത്രം എന്തെന്നും ഘടന ഏതെന്നും അതിൻ വികാരങ്ങൾ എന്തെന്നും ഏതിൽ നിന്നുത്ഭവിച്ചതും ക്ഷേത്രജ്ഞനാര് ജ്ഞാതാവിൻ പ്രഭാവങ്ങളേവ ഇത്യാദി സംക്ഷിപ്തമായി ഞാനൊര ചെയ്യാം. കേട്ടാലും സഖേ ധനഞ്ജയ പാണ്ഡുനന്ദന കുന്തിപുത്ര കൗരവശ്രേഷ്ഠ ഗുരുനന്ദന. ഋഷിമാർ വിവിധ രീതിയിൽ നാനാ വേദശാസ്ത്രങ്ങളിൽ യുക്തിയുക്തം ബ്രഹ്മസൂത്രം സുനിശ്ചിതം ഓതുന്നിത് ധനഞ്ജയ പാണ്ഡവശ്രേഷ്ഠ സഖേ ധനുർധര. പഞ്ചഭൂതം അഹങ്കാരം ബുദ്ധി അവ്യക്ത പ്രകൃതി ദശേന്ദ്രിയങ്ങൾ മനവും പഞ്ചേന്ദ്രിയ വിഷയങ്ങളും രാഗദ്വേഷം സുഖം ദുഃഖം ചൈതന്യം ധൈര്യം സർവം സംയുക്തം പരിണാമയുക്തം പ്രതിപ്രവർത്തനം സംക്ഷിപ്തം ക്ഷേത്രമാണിത് സഖേ പാണ്ഡുപുത്ര കുന്തിപുത്ര പാർത്ത ഫൽഗുന പരന്തവ. ആത്മപ്രശംസയില്ലാത്ത ദമ്പമില്ലാത്തവൻ അഹിംസ ക്ഷമ ലാളിത്യം സരളത ആചാര്യസേവ ബാഹ്യാന്തരശുദ്ധി ദൃഢചിത്തം ആത്മസംയമീ മമ ഭക്തൻ സഖേ ധനഞ്ജയ പാർത്ത ധനുർധര. വിഷയവിരക്തിയും അനഹങ്കാരവും ജനനം ജരാരോഗം മരണം ഇത്യാദികൾ ദുഃഖപ്രദായകം ദോഷൈകം എന്ന ദർശനം സദാ ഭക്തന് ഉണ്ടാകണം സഖേ ഗുഡാകേശ പരന്തവ പാണ്ഡുനന്ദന. അസക്തി അസംഗത്വം കളത്ര പുത്രഗൃഹാദിയിൽ സമചിത്തൻ സദായോഗി ഇഷ്ടാനിഷ്ടം ഭവിക്കുകിൽ മമ ഭക്തൻ ധനഞ്ജയ മമ സഖേ പാണ്ഡവ പാണ്ഡുപുത്ര പരന്തവ ധനഞ്ജയ ധനുർധര. പരമാത്മാവാമെന്നിൽ അനന്യയോഗഭാവേന പരമമാം ലക്ഷ്യത്തിൽ വഴിപിഴക്കാത്ത ഭക്തിയിൽ വിജനസ്ഥലവാസതൽപരൻ പൊതുജനസംഘവിയോജിതൻ മമ ഭക്തൻ മത്സകേ ധനഞ്ജയ. ആത്മജ്ഞാനാനുസൃതം ജീവിതം ആത്മസാക്ഷാത്കാരം ഏകലക്ഷ്യവും ഇതെല്ലാം തന്നെ വിജ്ഞാനം അല്ലാത്തവയെല്ലാം അജ്ഞാനം മത്സകേ കൃഷ്ണപ്രിയ സവ്യസായി ദേവേന്ദ്രതനയ ഭാരത ഭരതർഷഭ. അറിയേണ്ടത് ഏത് എന്ന് ചൊല്ലാം ഞാൻ ധനഞ്ജയ. അതറിഞ്ഞാൽ പ്രാപിക്കും അമൃതത്വം പരന്തവ ദേവേന്ദ്രതനയ പാർത്ത ധനഞ്ജയ. അറിയണം അതിനെ അനാദിയാം പരബ്രഹ്മം സത്തല്ല അസത്വമല്ല അത് പരാശക്തിയാമത് സഖേ ഭാരതശ്രേഷ്ഠ കൗരവശ്രേഷ്ഠ ധനുർധര ധനഞ്ജയ. സർവത്ര കരചരണങ്ങൾ ലോകേ സർവത്ര ദൃഷ്ടി ശിരോമുഖം സർവത്ര കർണേന്ദ്രിയങ്ങൾ സർവാവരണം സർവവ്യാപി പരമ്പുമാൻ പരാവരൻ സർവജ്ഞൻ സർവശക്തൻ ഞാൻ സഖേ പാർത്ത ധനഞ്ജയ ധനുർധന ഫൽഗുന. സർവേന്ദ്രിയ ഗുണപ്രഭാപൂരിതം പരമ്പുമാൻ എന്നാൽ സർവേന്ദ്രിയരഹിതം ഒന്നിലും ചേരാത്തതും
സർവം ചേർന്ന് താങ്ങി നിലനിർത്തി ഭരിപ്പതും സർവഗുണാതീതമെന്നാലും സർവഗുണഭോക്താവും ഞാൻ. ഭാരതശ്രേഷ്ഠ പാണ്ഡവശ്രേഷ്ഠ ഗുരുപ്രവീര. പരബ്രഹ്മം സർവഭൂതത്തിലും വ്യാപ്തം ബാഹ്യാന്തരേണ സർവചരാചരേ ജ്ഞേയം അതിസൂക്ഷ്മം അറിവിന്നതീതം ദൂരസ്ഥിതം അജ്ഞർക്ക് തഥാ സമീപസ്ഥം ജ്ഞാനികൾക്ക് ഞാൻ സഖേ. വാർത്ത ദേവേന്ദ്രാത്മജ ധനുർധര പാണ്ഡവ പാണ്ഡുനന്ദന. വിഭജനാതീതം പരബ്രഹ്മം വിഭജിച്ച പോലെ ബോധസ്ഥിതം ജ്ഞേയം ആ പരാശക്തി പരാപരൻ സൃഷ്ടി സ്ഥിതി സംഹാരകാരകൻ ഞാൻ സഖേ. വാസവാത്മജ സവ്യസാചി ഭരതർഷഭ. ജ്യോതിക്ക് പ്രകാശദാതാവ് തമോ പരിസ്ഥിതൻ പരാപരൻ ജ്ഞാനം ജ്ഞേയം ജ്ഞാനലക്ഷ്യപ്രാപ്തിയും സർവഭൂതഹൃദയസ്ഥിതൻ പരമ്പുമാൻ പരമാത്മൻ പരമേശ്വരൻ ഞാൻ. പാർത്ത കൗരവേയ ഭാരതശ്രേഷ്ഠ കൃഷ്ണപ്രിയ കൃഷ്ണസാരഥി. ക്ഷേത്രം ജ്ഞാനം ക്ഷേത്രജ്ഞനെല്ലാം സംക്ഷിപ്തം മുര ചെയ്തു ഞാൻ. ആത്മജ്ഞാനിയാമൻ ഭക്തൻ പരംധാമത്തിൽ എത്താൻ യോഗ്യനായിടും. പ്രകൃതിയും പുരുഷനും രണ്ടും അനാദികൾ ധനഞ്ജയ. വികാരഗുണങ്ങൾ സർവം പ്രകൃതിജന്യം പരന്തവ പാണ്ഡുനന്ദന. ഭാരത ഭരതർഷഭ. കാര്യകാരണകർത്തൃത്വം പ്രകൃതി ശക്തിഹേതുവും സുഖദുഃഖദ്വന്ദ്വങ്ങൾക്ക് പുരുഷനാം ഭോക്താവ് ഹേതുവും പരന്തവ പാർത്ത ധനഞ്ജയ ധനുർധര ഭാരത ഭരതർഷഭ. പ്രകൃതി ഭൗതികമാം ദേഹസ്ഥിതനായ പുരുഷൻ പ്രകൃതിജന്യമാം ഭൗതിക ത്രിഗുണം ഭുജിക്കുന്നു. സത്രജതമോ ഗുണാസക്തി കാരണം പുരുഷൻ സത്ത് അസത്തുക്കളിൽ പുനഃ വന്ന് പിറന്നിടും പാണ്ഡവ. ക്ഷേത്രജ്ഞൻ തന്നെ സർവം മേൽ നിന്ന് കാണുന്നവൻ അനുമന്താതാവും ഭർത്താവും തഥാ ഭോക്താവുമായ മഹേശ്വരൻ പരമാത്മാവും അതുതന്നെ പരന്തവ. ഈ ക്ഷേത്രസ്ഥിതനാം പരമ്പുമാനും അതുതന്നെ ധനഞ്ജയ. പുരുഷജ്ഞാനമുള്ളവൻ തഥാ ത്രിഗുണാരൂഢ പ്രകൃതി എന്തെന്നറിയുന്നവൻ ഏതുവിധം വർദ്ധിച്ചാലും പുനർജനിക്കുന്നില്ല പരന്തവ പാർത്ത ധനഞ്ജയ ഫൽഗുന. ധ്യാനയോഗത്താൽ സാക്ഷാത്കരിക്കുന്നു ആത്മാവിനെ ആത്മാവിനാൽ ചില യോഗികൾ. സാഖ്യയോഗത്താൽ നേടുന്നു ആത്മസാക്ഷാത്കാരം ചില യോഗികൾ. നിഷ്കാമകർമ്മയോഗത്താലും സാധിക്കുന്നു ഇത് ചില യോഗികൾ. പാണ്ഡവ പരന്തവ പാണ്ഡുനന്ദന. ആധ്യാത്മിക ജ്ഞാനമില്ലാത്തോർ ജ്ഞാനികളാം മന്യരിൽ നിന്ന് കേട്ട് ഭക്തിയുക്തം ഉപാസിച്ചിടുമേ. ശ്രവണോത്സുകരാം അവരും സംസാരസാഗരത്തിൻ ജനിമൃതി ഗതാഗത ക്ലേശമുക്തരായി ഭവിച്ചിടും. അനന്യഭക്തിയാൽ ഭാരത ഭാരതശ്രേഷ്ഠ ധനഞ്ജയ ധനുർധര ഭാരത. സ്ഥാവരജംഗമസത്വങ്ങൾ യാതൊന്നുണ്ടാകിലും ക്ഷേത്രജ്ഞ സംയോഗം നിമിത്തം അതോർക്കണം ഭാരത ഭാരതസത്തമാ ധനഞ്ജയ. സകലഭൂതത്തിലും ആത്മാവിനൊപ്പം സമമായി വസിക്കും പരമ്പുമാനാം എന്നെ നശ്വര ശരീരത്തിൽ അനശ്വരനായി കാണുന്നവൻ ഭക്തൻ ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ചവൻ. പാണ്ഡവ പാണ്ഡവശ്രേഷ്ഠ പാണ്ഡുനന്ദന കുന്തിപുത്ര പരന്തവ. സർവത്തിലും സമമായി സ്ഥിതി ചെയ്യും പരമേശനെ സർവത്തിലും സമമായി ദർശിക്കുന്നവൻ. സ്വയം ആത്മാവിനാൽ ഹനിക്കാത്തവനായ മമ ഭക്തൻ അവൻ പ്രാപിക്കും പരമാത്മപദം സഖേ. പാണ്ഡുനന്ദന കുന്തി നന്ദന വാസവാത്മജ കൃഷ്ണപ്രിയ ഭരതർഷഭ. സർവകർമ്മങ്ങളും പ്രകൃതിയാലാണെന്നും ആത്മാവും ഒന്നും ചെയ്യുന്നില്ലെന്നതും ജ്ഞാനിയായവൻ കാണുന്നതുണ്ടല്ലോ സത്യമെന്തെന്നറിയുന്നവൻ അവൻ. വാസവാത്മജ പാണ്ഡവ പാണ്ഡുനന്ദന
ധനഞ്ജയ ധനുർധര ഭാരത ഭരതർഷഭ. ഈ വിവിധങ്ങളാം ഭൂതജാലങ്ങളെല്ലാം ഒന്നിൽ നിന്ന് ഉരുത്തിരിഞ്ഞവ, എല്ലാം പരമാത്മാവിൽ നിവസിച്ചിടുന്നവ, സർവം ഒന്നിൽ നിന്നെന്ന് അറിഞ്ഞാൽ പിന്നെ അവൻ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചിടും. സഖേ ധനഞ്ജയ കുന്തിപുത്ര പരന്തവ. അനാദി നിർഗുണൻ അവ്യൻ പരമാത്മൻ സർവഭൂതസ്ഥിതൻ എങ്കിലും കർമ്മങ്ങൾ ഒന്നുമേ ചെയ്യുന്നതുമില്ല, കർമ്മഫലങ്ങൾ ഏൽക്കുന്നതും ഇല്ല. മത്സകേ പാർത്ഥ ഫൽഗുന പരന്തവ ധനഞ്ജയ ധനുർധര ഭാരത. സർവത്ര വ്യാപിയാം ആകാശം അതിൻ സൂക്ഷ്മഭാവത്താൽ മാലിന്യമേൽക്കാതെ നിൽക്കുന്നതുപോലെ ദേഹത്തിൽ സർവത്രാവസ്ഥയിൽ ഇരിക്കും ആത്മാവും സൂക്ഷ്മതയിൽ ഒന്നോടും ചേരാതെ കറയേൽക്കാതെ നിൽക്കുന്നു. സഖേ പാർത്ഥ ധനഞ്ജയ ഫൽഗുന. ഏകനായി പകലോൻ ലോകമാകെ പ്രകാശം ചൊരിയുന്ന പോലെ ക്ഷേത്രജ്ഞൻ ക്ഷേത്രമാകെ പ്രഭാപൂരിതമാക്കുന്നു. സഖേ സൂരസൂനു പാർത്ഥ ഫൽഗുന പരന്തവ. ജ്ഞാനദൃഷ്ടിയാൽ ക്ഷേത്രജ്ഞ വ്യത്യാസം അറിയുന്ന ജ്ഞാനികൾ എന്നെ പ്രാപിച്ചിടും. ഭൂതങ്ങൾ പ്രകൃതിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്ന വഴി അറിയുന്ന യോഗികൾ എന്നിൽ ലയിച്ചിടും. മത്സകേ പരന്തവ മധ്യമ പാണ്ഡവ.